Hi dear friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പല വിധത്തിൽ ഷവർമ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ, മാത്രമല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഷവർമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്. സോയാ സോസിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും, അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞ ഓയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, എന്നാൽ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത ഇതേ ഓയിലിലേക്ക് ഞാൻ 2 കപ്പ് കാബേജ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ചിലർ കാബേജ് അങ്ങനെ തന്നെ ഷവർമയിൽ വെച്ച് കൊടുക്കുകയാണ് പതിവ്. കുക്ക് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി അത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഷവർമയിലേക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ എങ്ങനെയാണ് റെഡിയാക്കണം നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുബൂസാണ്. കുബൂസിൻ്റെ റെസിപ്പി മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരിന് കണ്ടു നോക്കുക. മുകളിൽ ഐക്കാർഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് തേച്ച് കൊടുക്കണം. അതിനുവേണ്ടി 1 സ്പൂൺ മയോണൈസ് ഇപ്പോൾ ഈ ഒരു കുബൂസിലേക്ക് എടുക്കുന്നുണ്ട്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഐക്കാർഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷവർമയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന കുബൂസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട, അപ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ലെറ്റ്യൂസാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി. സാധാരണ ഷവർമയിൽ ലെറ്റ്യൂസ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇതിൻ്റെ മുകളിൽ വെക്കണത്. ഇത് ഞാൻ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി ഫ്രൈ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലൊന്നും ഞാൻ പ്രത്യേക കണക്ക് പറയണില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. കൂടുതലായിട്ട് വെച്ച് കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റോൾ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.